ഒരുപാട് ആൾക്കാർ പ്രവാസികൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പല ആൾക്കും ജോലി നഷ്ടപ്പെടുന്നുണ്ട്, പല ആൾക്കും സാലറി ഡിഡക്ഷൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ യുദ്ധം 2 ആഴ്ച കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആയില്ലെങ്കിൽ എത്ര ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടും. ഒരുപാട് ആൾക്കാർ നാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രതിസന്ധി. ഇത് നമ്മൾ വിചാരിക്കും കോവിഡ് കാലമൊന്നും പോലല്ല, ഇത് ഭയങ്കരമായിട്ട് സാമ്പത്തിക പ്രതിസന്ധി. ഗൾഫിൽ വന്നാൽ പിന്നെ നാട്ടിൽ ഉറപ്പായും വരും അല്ലെ. ഒരുപാട് പേര് ആൾക്കാർ ജോലി നഷ്ടപ്പെടാൻ ഇതുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സൊല്യൂഷനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ വന്നത്. അതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. ഒരു സൊല്യൂഷനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകിച്ച്. കാരണം ആ അവസരം മുതലാക്കാനുള്ള നല്ലൊരു സമയം കൂടിയാണ്. വേറൊന്നും, ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, യുദ്ധത്തെ നിയന്ത്രിക്കുന്ന, അവന്റെ അറിവില്ലാതെ ഈ യുദ്ധം നടക്കൽ ഒരു മരത്തിൽ നിന്നും ഒരു ഇല്ല പോലും താഴെ വരണമെങ്കിൽ റബ്ബിന്റെ അനുവാദം വേണം. അപ്പൊ ഇത് അതേ റബ്ബ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നോട് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ, ഇങ്ങനെ ചോദിച്ചു വരുന്ന ഒരു സമയം. ആ ഒരു സമയത്തിന്റെ പേരാണ് തഹജ്ജുദ്. ഈ തഹജ്ജുദ് എന്ന് പറയുന്ന ഒരു പ്രയർ, നിസ്കാരം. ലോകത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും, എന്ത് പ്രശ്നങ്ങളുള്ളതിൽ ഒരു സൊല്യൂഷൻ അതൊരു നിസ്കാരം മാത്രമല്ല. ഞാൻ പറയുന്നത് വെച്ചാൽ നിസ്കാരം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്, ഇത്ര 5 മണിക്കാണ് ഇപ്പൊ ബാങ്ക് അല്ലെ, 4:55, 4:30 മണിക്ക് മിനിമം ഒരു 20 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾക്ക് എണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് അള്ളാഹ് നമ്മളോട് ചോദിച്ച് ആകാശത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഏറ്റവും അടുത്ത് റബ്ബ് വരുന്ന ഒരു സമയം തഹജ്ജുദിന്റെ സമയം. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് മുമ്പ് എണീക്കുക, ഉളൂ ചെയ്യുക, 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഏത് സൂറത്ത് നിങ്ങൾക്ക് അറിയുന്ന 2 റക്അത്ത് നിസ്കരിച്ച് ഏത് സൂറത്ത് ഓതാം. പക്ഷെ അവിടെ നിസ്കാരത്തെക്കാളും പ്രാർത്ഥനക്ക് അവിടെ, കാരണം എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയം, മൊബൈൽ യൂസ് ചെയ്യാനുള്ള മൈൻഡ് വരുന്നില്ല, ആരും കാണുന്നില്ല, നിങ്ങളും അള്ളാഹു മാത്രം. ഒരു സംഭാഷണമാണ് തഹജ്ജുദ്. അത് എണിക്കാൻ കഴിഞ്ഞ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. ഒരുപാട് ആൾക്കാർക്ക് എണിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നോമ്പ് റമദാനിൽ നിങ്ങൾക്ക് എണിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലെ, തഹജ്ജുദ് നിസ്കരിക്കാൻ. കാരണം അത്താഴത്തിന് എണീക്കുമ്പോൾ എന്തായാലും സുബഹിക്ക് ഒരു മണിക്കൂർ മുമ്പ് എണീക്കും. അത്താഴം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കും. അത് ഇപ്പോൾ റമദാൻ വിട്ട് പിരിഞ്ഞുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതാണ്, നിങ്ങൾക്ക് എണിക്കാൻ പറ്റും. നിങ്ങൾക്ക് എണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എത്ര അൽറാം വെച്ച് പിന്നെ ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ പാപങ്ങൾ, ഒരുപാട് പാപങ്ങൾ ചെയ്ത ആൾക്കാർക്ക് തഹജ്ജുദ് എണിക്കാൻ തൗഫീഖ് കിട്ടില്ല. ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ആ 4:30 മണിയാകുമ്പോൾ നാട്ടിൽ എത്ര മണിയാണ്? 6 മണിയാണ് അല്ലേ. ഈ 6 മണിക്ക് നിങ്ങളുടെ വൈഫിനോട് മിസ് കോൾ ചെയ്യാൻ പറയാം. നാട്ടിൽ നിന്ന് ഒരുപാട് തവണ മിസ് കോൾ ചെയ്യും. നിങ്ങൾ അലാറം അറിയാതെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ മിസ് കോൾ വരുമ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് കോൾ വരുമ്പോൾ നിങ്ങൾ എണീക്കും. അതും പറ്റുന്നില്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാർ 10 പേര് നിങ്ങൾ അറിയുന്ന തഹജ്ജുദ് എണീക്കുന്ന ആൾക്കാരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, തഹജ്ജുദ് എന്ന് പേരിടുക. എന്നിട്ട് ആ ഗ്രൂപ്പിൽ കോൾ ചെയ്യുക. എല്ലാവരും എണീക്കുന്ന രീതിയിൽ അലർട്ട് വരുമ്പോൾ എണീക്കും. അത് നമ്മൾ ആ ഒരു നമ്മൾ എന്ത് എയർപോർട്ടിൽ രാവിലെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എണീക്കുന്നില്ലേ, എണീക്കുന്ന പറ്റുന്നുണ്ടല്ലോ ഡ്യൂട്ടിക്ക് വേണ്ടി. അതേ ആ ഒരു നിയത്ത്, അത് സ്ട്രോങ് നമുക്ക് തഹജ്ജുദിൽ വന്നാൽ നമ്മൾ എണീക്കാൻ പറ്റും. ഈ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തഹജ്ജുദ് പതിവാക്കുന്ന ആൾക്കാർക്ക് നിർഭയത്വം, മനസ്സിൽ യാതൊരു പേടി, അവന് ഇനി പണി ജോലി നഷ്ടപ്പെട്ടാൽ, ബിസിനസ് നഷ്ടപ്പെട്ടാൽ ഒരു ഭയവും ഒരു ഡിപ്രഷൻ ഒന്നും ഉണ്ടാവില്ല. കാരണം അവൻ എല്ലാ ദിവസവും അള്ളാഹിനോടാണ് സംസാരിക്കുന്നത്, നേരിട്ട് സംസാരിക്കുന്നത്. ഒരു VIP ആണ് ഭയവൻ. അള്ളാഹുവോടും സംസാരിക്കും. അപ്പോൾ അള്ളാഹു അവനെ കൈവിടും. തഹജ്ജുദിന് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അള്ളാഹ്ക്ക് വേണ്ടി എണീറ്റ് അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത് സംസാരിച്ചാൽ അള്ളാഹ് കൈവിടും. ചോദിച്ചത് അള്ളാഹ് കൊടുക്കാതിരിക്കും. ഇനി ബിസിനസ് നിങ്ങൾ നഷ്ടപ്പെട്ടാലോ വേറെ വഴി അള്ളാഹ് തുറന്നു തരാതിരിക്കും. അപ്പോൾ എന്നും പേടിക്കണ്ട. ഇനിയിപ്പോൾ ജോലി എന്ത് നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഭയം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേറെ ഒരു ശക്തി, ഒരു പ്രധാന ഒരു ധൈര്യം കിട്ടും മനസ്സിലേക്ക്. അത് പോയാലും കുഴപ്പമില്ല, എനിക്ക് വേറെ കിട്ടും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അത് മാത്രമല്ല വാതിലും അള്ളാഹ് തുറന്നു തരും. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും. അതിനൊക്കെ നിങ്ങൾ ചോദിക്കുക, അള്ളാഹുവേ എൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ വരുന്ന അവസ്ഥ വരാൻ പാടില്ല. മാരകമായ രോഗങ്ങളെ തൊട്ട് മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ആ സമയത്ത് വേണ്ടത് അത് അള്ളാഹിനോട് ചോദിക്കുക. ഏറ്റവും ഒടുവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്ത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യേണ്ട അറിയില്ല? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് ആദ്യം പറയണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഇത് 2 പറഞ്ഞതിന് ശേഷമായിരിക്കണം നിങ്ങൾക്ക് വേണ്ടി മലയാളത്തിൽ ദുആ ചെയ്യേണ്ടത്. കാരണം ആദ്യം അൽഹംദുലില്ലാ പറയണം, പിന്നീട് സ്വലാത്ത്. ആദ്യം അൽഹംദുലില്ലാ പറയണം, പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം. അല്ല, എന്തെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങളെ കാര്യം പറയാം. ഉറപ്പായിട്ട് 100% നിങ്ങളൊരു മാറ്റം ലൈഫിൽ വരും. നിങ്ങളുടെ മനസ്സിനും വല്ലാത്തൊരു ധൈര്യം കിട്ടും. നിങ്ങൾക്ക് വഴികൾ തുറന്നു തരും. എല്ലാം അതിൽ കിട്ടില്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ തഹജ്ജുദ് മാഷാ അല്ലാഹ് അത് പതിവാക്കുന്നവർ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. അവർക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു വഴിയാണ് തഹജ്ജുദ്. മാരകമായ രോഗം വരുന്നതിന് തടയാൻ പറ്റുന്ന വഴിയാണ് തഹജ്ജുദ്. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റിയ ഒരു മാർഗമാണ് തഹജ്ജുദ്.